ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് റാബിറ്റ് കേജ് ആണ്. അപ്പോൾ റാബിറ്റ് കേജിന് വേണ്ടി നമ്മൾ 14 ഗേജിൻ്റെ മെഷ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ മെഷിൽ നമ്മൾ 120 സെൻറ്റിമീറ്റർ നീളം 55 സെൻറ്റിമീറ്റർ വീതി എന്ന രീതിയിലാണ് നമ്മൾ ഈ കൂട് പണിയുന്നത്. അപ്പോൾ ഈ 120 സെൻറ്റിമീറ്റർ നീളത്തിനുള്ളത് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത് 33 സെൻറ്റിമീറ്റർ ആണ്. 33 സെൻറ്റിമീറ്റർ ഹൈറ്റ് 55 സെൻറ്റിമീറ്റർ വീതി എന്ന രീതിയിലാണ് നമ്മൾ ഈ മെഷ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ മെഷിൻ്റെ നടുക്ക് വെച്ച് നമ്മളൊന്ന് ഒരു പലാക്കഷ്ണം വെച്ചൊന്ന് ചുറ്റിയെ വെച്ചൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സംഭവം ഒന്ന് വളഞ്ഞു വരും. നമുക്ക് അധികം കട്ട് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുമല്ല, ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് ഇച്ചിരി ബലം കൂടുതൽ വരുന്നത്. ഇതുപോലെ നമ്മൾ രണ്ട് മെഷ് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്ത ശേഷം നമ്മളിതൊന്ന് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ ഈ എഡ്ജ് തമ്മിൽ എങ്ങനെ ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഒരു സൈഡ് ഫുൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ടേക്കുക. അത് കട്ട് ചെയ്ത് നമ്മൾ നിർത്തണ്ട. ഒരു സൈഡ് നമ്മൾ ഇങ്ങനെ കോൺ പോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് കയറ്റിയിട്ട് നമുക്കൊന്ന് ലോക്ക് ചെയ്യാം. ഇത് ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിട്ടില്ല, ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗം കട്ട് ചെയ്തതിൻ്റെ അടിയിൽ കൂടെ കയറ്റി നമ്മൾ ഒന്ന് കവർ ചെയ്ത് ഒന്ന് അമുക്കി വയ്ക്കുക. അപ്പോൾ ആ ഭാഗം ഒന്ന് നല്ല ഉറപ്പിനിരുന്നോളും. അതുപോലെ നമ്മൾ നിൽക്കുന്ന ഈ കമ്പിയെല്ലാം ഒന്ന് വളച്ചു വിടുക. നമ്മുടെ കേജിൻ്റെ പല ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ കയറ്റിയിട്ട് ലോക്ക് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കമ്പി ഇട്ട് കെട്ടാവുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ കൂടിൻ്റെ രണ്ട് സൈഡിലും പിന്നെ നടുക്കുമായിട്ട് വെക്കാനുള്ള മെഷാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് 55 സെൻറ്റിമീറ്റർ വീതി 33 സെൻറ്റിമീറ്റർ ഉയരം എന്ന രീതിയിലാണ്. ഇതുപോലെ 3 ഭാഗത്തായിട്ട് നമ്മൾ ഇത് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ 3 ഭാഗത്തൂടെ തയ്യുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ജോയിൻ ചെയ്ത കണ്ട പോലെ തന്നെ നമ്മൾ ഈ നെറ്റും അതിനകത്ത് വെച്ച് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ഇതുപോലെ തന്നെ നമ്മൾ ഈ രണ്ട് ഭാഗത്തും ചെയ്ത് കൊടുക്കും. ഈ സെൻറ്ററിൽ ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ രണ്ട് ഭാഗത്തും നമ്മൾ ചെയ്യുക. അപ്പോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും വേറെ പണിയൊന്നുമില്ല. പിന്നുള്ള ഡോർ ഫിറ്റ് ചെയ്യാനാണ്. അതും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ കൂടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ് ഇനിയുള്ള പെയിൻറ്റിങ് വർക്കാണ്. ഇന്ന് പെയിൻറ്റ് നമ്മൾ തീർച്ചയായും ചെയ്തിരിക്കണം. കാരണം ഇത് തുരുമ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ യൂറിനും കാര്യങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രൈമർ കോട്ടിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഉള്ള നെറ്റ് കിട്ടും. പക്ഷേ അതിന് ഒരുപാട് കാലം ലൈഫും കിട്ടത്തില്ല, ഇത്രയും കട്ടിയും കൂടെ കാണത്തില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇത് താഴെ കൊണ്ടൊന്ന് സെറ്റ് ചെയ്തു. ഇപ്പോൾ ഈ സെറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മുടെ ഈ കേജ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 4 എൽ ക്ലാമ്പിലാണ് നിൽക്കുന്നത്. ഈ എൽ ക്ലാമ്പും കൂടും കൂടെ നമ്മൾ നട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്തേക്കാണ്. ഇതുപോലെ നമ്മൾ 5-6 ഭാഗത്ത് നമ്മൾ ഈ എൽ ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് നമ്മൾ ഫ്രണ്ടിലായിട്ട് നമ്മൾ 2 ഇഞ്ചിൻ്റെ പൈപ്പ് കൊടുത്തിട്ട് അതും നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ സെക്യൂർഡ് ആയിട്ടുള്ളൊരു ഡോറാണ് കൊടുത്തേക്കുന്നത്. ഈ ഡോർ നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ കൂട്ട് തന്നെ കയറ്റിയിട്ട് ലോക്ക് ചെയ്യുന്ന പരിപാടിയാണ്. അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു കുറ്റിയും കൊളുത്തുമാണ് കൊടുത്തേക്കുന്നത്. അടിയിൽ നമ്മൾ സൺബാക്ക് ഷീറ്റാണ് ഇട്ടേക്കുന്നത്. ഈ സൺബാക്ക് ഷീറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നമുക്ക് ലൈഫ് കിട്ടും. പോരാത്തതിന് നമ്മുടെ മെറ്റൽ ഷീറ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മെറ്റൽ ഷീറ്റ് പെട്ടെന്ന് തുരുമ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ചെയ്ത ഈ റാബിറ്റ് കേജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഫുൾ ഞാൻ സ്പീഡായിട്ടാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് അത് ഒരുപാട് സമയമായ ലെങ്ത് ആയിട്ട് ഉള്ള വീഡിയോസാണ്. നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പഴയ കൂടിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് പഴയ കൂട്. ഇതിനകത്ത് ഗ്രീൻ നെറ്റ് യൂസ് ചെയ്താണ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾ പരമാവധി അത് യൂസ് ചെയ്യാതെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ റാബിറ്റിനെ എല്ലാം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എൻ്റെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണുന്നവരെ ഓക്കെ, ബൈ.